ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ബിസ്മില്ല കുക്ക് വിത്ത് ലവ്. ഇന്നിപ്പോൾ ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ആക്കി തരുന്നത് ഒരു സ്വീറ്റ് ബനാന കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് തൊലി കറുത്ത നല്ലതുപോലെ പഴുത്ത 2 ഏത്തയ്ക്ക ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കഴുകിയതിന് ശേഷം നല്ലതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1 കപ്പ് ചെറിയ തേങ്ങയാണ് കേട്ടോ. അതുപോലെ 1 കപ്പ് ശർക്കരപ്പൊടിയാണ് വേണ്ടത്. ഞാനിവിടെ ഓർഗാനിക് ശർക്കരപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നെയ്യിൽ റോസ്റ്റ് ചെയ്തെടുത്ത അണ്ടിപ്പരിപ്പും കൂടെ നമുക്കിതിലേക്ക് ആവശ്യമുണ്ട്. ഇനിയിപ്പോൾ നല്ലതുപോലെ 10 മിനിറ്റ് ഞാൻ ആവി കയറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തോലെല്ലാം ഒന്ന് മാറ്റി കൊടുക്കാം. ഇതുപോലെ ഓരോ പീസിൻ്റെയും തോലൊക്കെ ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം നമുക്കൊരു ബൗളിലേക്ക് ഇത് മാറ്റാം. ഈ പഴം കട്ട്ലേറ്റ് ചെയ്യുന്നതിലേക്കായിട്ട് നല്ലതുപോലെ പഴുത്ത ഏത്തയ്ക്ക തന്നെ നമ്മൾ എടുക്കണം. പഴുപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് വ്യത്യാസമായിരിക്കും കേട്ടോ. അപ്പോൾ നല്ലതുപോലെ പഴുത്ത പഴം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ. ഇനി ഇപ്പോൾ ഇതിൻ്റെ തോലെല്ലാം മാറ്റിയെടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് ഒരു ഫോർക്ക് വെച്ചോ ഒരു സ്പൂൺ വെച്ചോ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. നമ്മൾ ഒരിക്കലും മിക്സിയിൽ ഇട്ടിട്ട് മിക്സാക്കി എടുക്കരുത് കേട്ടോ. നമ്മൾ തന്നെ കൈ കൊണ്ടൊന്ന് മിക്സാക്കി എടുക്കണം. നല്ലതുപോലെ പഴുത്ത പഴമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ നേന്ത്രപ്പഴമെല്ലാം നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പോളം ചിരവിയ തേങ്ങയാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് ഗോതമ്പ് മാവാണ്. അതുകൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി മൂന്നാമതായിട്ട് ഞാൻ ചേർക്കുന്നത് 1 കപ്പോളം ഓർഗാനിക് ജാഗറി പൗഡറാണ്. ഇനി അതിലേക്ക് നമ്മുടെ നെയ്യിൽ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള കാഷ്യൂനട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം ചേർത്തതിന് ശേഷം നമ്മളുടെ കട്ട്ലേറ്റിൻ്റെ ഒരു പാകത്തിന് മാവൊന്ന് കുഴച്ചെടുക്കാം. ഒരുപാട് ലൂസായി പോവുകയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഗോതമ്പ് മാവ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ലാസ്റ്റിൽ 1 ടേബിൾ സ്പൂണോളം നെയ്യും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സാക്കിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ചേർത്ത് കൊടുക്കാം. അത് ചൂടായി വന്നതിന് ശേഷം കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ ഒരുപാട് ചൂടാവുകയാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ എണ്ണ ഒരു മീഡിയം ചൂടായിരിക്കുമ്പോൾ തന്നെ നമ്മളിത് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഓവർ ഹീറ്റായി പോകരുത്, അതുപോലെ ഒരുപാട് ചൂട് കുറഞ്ഞും പോകരുത്. ഒരു മീഡിയം ലെവലിൽ എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഓരോ കട്ട്ലേറ്റും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് ഗോൾഡൻ ബ്രൗൺ നിറമാവുമ്പോൾ നമുക്കിത് പതിയെ ഒരു സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചോ പതിയെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ സ്വീറ്റ് ബനാന കട്ട്ലേറ്റ് നല്ല പഴുത്ത ഏത്തപ്പഴത്തിൽ ചെയ്തെടുക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഒരു സൈഡ് ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം കേട്ടോ. അടിപൊളി ടേസ്റ്റിൽ നമ്മളുടെ സ്വീറ്റ് ബനാന കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.